തംബ്നെയിലിൽ കണ്ടത് കണക്ക് ഒരു മീഡിയം പോളറോയിഡ്സ് A3 ഷീറ്റിൽ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് അതിൻ്റെ ഫുൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ട്യൂട്ടോറിയലാണ് നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത്. അതിൽ നമുക്ക് 16 പിക്സ് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മൾ സെർച്ചിൽ പോയിട്ട് ക്യാൻവ എടുക്കുക, എന്നിട്ട് A3 ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുക. അതിൽ നമുക്ക് ചിലപ്പം ബ്ലാങ്ക് പേപ്പേഴ്സ് ആയിരിക്കും കിട്ടുന്നത്, അല്ലെങ്കിൽ ചില എലമെൻറ്റ്സ് ഉണ്ടായിരിക്കും അതിൽ. അതെന്ത് ചെയ്യുക, നമ്മൾ ഡിലീറ്റ് ആക്കുക. അപ്പോൾ നമുക്ക് പ്ലെയിൻ ആയിട്ട് തന്നെ നമുക്കൊരു A3 ഡോക്യുമെൻ്റ് കിട്ടും. ഫസ്റ്റ് ചെയ്യുന്നത് ബോർഡർ സെറ്റാക്കിയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ പ്രിൻ്റ് എടുക്കുമ്പോഴത്തേക്കും കുറച്ചും കൂടെ എഡ്ജസ് കുറച്ച് ഡിഫൈൻ ആക്കുകയും പിന്നെ നമുക്ക് കട്ട് ചെയ്യാൻ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. അത് നമ്മൾ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തിട്ട് സെറ്റിങ്സിൽ പോയിട്ട് ഗൈഡ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണും. അതിൽ നമ്മൾ കോളത്തിൻ്റെ അവിടെ വന്നിട്ട് 0 എന്ന് കൊടുക്കുക, മെർജിൻ്റെ അവിടെ വന്നിട്ട് 0.4 എന്ന് കൊടുക്കുക. റോസിലും നമ്മൾ സെയിം മാർജിൻ്റെ അവിടെ 0.4 എന്ന് പറഞ്ഞ് കൊടുക്കുക. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു എലമെൻറ്റ് ആഡ് ചെയ്യുക. ഫസ്റ്റ് പോളറോയിഡ് ചെയ്യാനായിട്ട് നമുക്കൊരു എലമെൻറ്റ് വേണം. അതിന് നമ്മൾ എലമെൻറ്റിൻ്റെ അകത്ത് പോയിട്ട് സെർച്ച് ബാറിൻ്റെ അകത്ത് ഷേപ്പ് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യുക. സെലക്ട് ഓൾ കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾ കുറേ ഷേപ്പ് കാണാൻ വേണ്ടി പറ്റും. അതിൽ നമ്മൾ സ്ക്വയർ ഷേപ്പാണ് എടുക്കുന്നത്. ഇതിൽ നമ്മൾ ആദ്യം പൊസിഷനാണ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമുക്ക് മീഡിയം സൈസിൽ പോളറോയിഡ് ചെയ്യാനായിട്ട് അതിനൊരു കറക്റ്റ് സെൻറ്റിമീറ്റർ ഉണ്ട്. വിഡ്ത്ത് നമ്മൾ 7.22 എന്നും ഹൈറ്റ് നമ്മൾ 10.3 ആയിട്ടായിരിക്കും നമ്മൾ സെറ്റ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ആ ഇൻഡു ബട്ടൺ ഒന്ന് അമക്കുകയാണെങ്കിൽ ഇങ്ങനെയായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് അതിൻ്റെ ബോർഡറും അതിൻ്റെ ഇന്നർ കളറും ഒന്ന് ചേഞ്ച് ആക്കാൻ വേണ്ടി കളറിൽ പോയിട്ട് നമ്മൾ വൈറ്റ് എന്ന് പറഞ്ഞ് കൊടുക്കുക. എന്നിട്ട് സെയിം അതിൻ്റെ അടുത്ത് തന്നെ നമുക്ക് സ്റ്റൈൽ എന്ന് പറഞ്ഞ് കാണാൻ വേണ്ടി പറ്റും. അതിൽ നമ്മൾ 0.5 എന്ന് പറഞ്ഞ് നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെ ഒരു സ്ലൈറ്റ്ലി ആയിട്ടുള്ള ഒരു കളറായിരിക്കും നമുക്ക് വരുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കട്ട് ചെയ്യാൻ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പോളറോയിഡ് ഫോട്ടോസ് വയ്ക്കാനായിട്ടൊരു ഫ്രെയിം വേണം. അതിൽ നമ്മൾ എലമെൻറ്റ്സിൽ പോയിട്ട് ഫ്രെയിം എന്ന് സെർച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്കിങ്ങനെ സ്ക്വയർ ഒരു ഫ്രെയിം കിട്ടും. അത് നമ്മൾ റീസൈസ് ചെയ്തിട്ട് അതിൻ്റെ സെൻറ്ററിലോട്ട് വയ്ക്കുക. അപ്പോൾ ടോട്ടൽ ലൈന് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് മനസ്സിലാവും കറക്റ്റ് സെൻറ്ററിലാണെന്ന്. നമ്മളൊന്ന് ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. നമുക്ക് വേണമെങ്കിൽ താഴെ കുറച്ച് സ്പേസ് വിടാം. ഇനി നമുക്കിത് രണ്ടും കൂടെ ഗ്രൂപ്പ് ചെയ്യണം. അതിന് നമ്മൾ മോർ ഓപ്ഷനിൽ പോയിട്ട് സെലക്ട് മൾട്ടിപ്പിൾ എന്ന് പറയുന്ന ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരും. അത് നമ്മൾ സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് രണ്ടും കൂടെ ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി നമ്മൾ ഇതെടുത്ത് എന്ത് ചെയ്യുക, കറക്റ്റ് നമ്മൾ ബോർഡർ വെച്ചിരിക്കുന്നില്ലേ അതിൽ കറക്റ്റ് അതിലോട്ട് തന്നെ നമ്മൾ വയ്ക്കുക. എന്നിട്ട് നമ്മളതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. കുറച്ച് സൈസ് കുറച്ചിട്ട് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. എന്നാലും നമുക്ക് മൊത്തം 16 പിക്കാണ് വയ്ക്കാനുള്ളത്. അപ്പോൾ ഒരു സൈഡിൽ നമുക്ക് വന്നിട്ട് 4 പിക്കാണ് വയ്ക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് വയ്ക്കുമ്പോഴത്തേക്കും കറക്റ്റ് ആ ബോർഡർ കറക്റ്റായിട്ട് ആ ലൈനിൽ തന്നെ ടച്ച് ചെയ്ത് വരുന്ന രീതിയിൽ വയ്ക്കാൻ വേണ്ടി നോക്കാം. ഇനി നമുക്കിനി ഒരു ഫോട്ടോസും കൂടെ ആഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നമ്മളിത് 3ഉം ഒരുമിച്ച് സെലക്ട് ചെയ്യുക. സെലക്ട് മൾട്ടിപ്പിൾസിൽ പോയിട്ട് സെലക്ട് ചെയ്തിട്ട് ഒന്ന് റീസൈസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതിൽ ഏതെങ്കിലും ഒന്നിൻ്റെയും ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് അതിൻ്റെ സൈഡിൽ വെച്ച് കൊടുക്കുക. നമുക്ക് കുറച്ച് സ്പേസ് ഒക്കെ കാണാൻ വേണ്ടി പറ്റും. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് എല്ലാം കൂടെ സെലക്ട് ചെയ്തിട്ട് ഒന്ന് റീസൈസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിലുള്ള ഓരോന്നിൻ്റെയും സൈസ് സെയിം ആയിരിക്കും. ഡിഫറെൻ്റ് ആകാൻ ചാൻസസ് വരത്തില്ല. നമ്മൾ ഈ 4നെയും ഒരുമിച്ച് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. സെയിം എങ്ങനെയാണോ സെലക്ട് ചെയ്ത് സെലക്ട് മൾട്ടിപ്പിൾ കൊടുത്തിട്ട് ഓരോന്നായിട്ട് സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. അതിനെ നമ്മൾ കറക്റ്റായിട്ട് ഡ്രാഗ് ചെയ്ത് കറക്റ്റ് ആ ലൈനിൽ ടച്ച് ചെയ്യുന്നത് നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. അങ്ങനെ വെച്ചെടുക്കുക. സെയിം അതിനെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് കിട്ടും. ഇത് നമ്മൾ നോർമലി എങ്ങനെയാണോ ഗാലറിയിൽ നിന്ന് ഫോട്ടോസ് എടുത്ത് അപ്ലോഡ് ചെയ്യുന്നത് അതേ കണക്ക് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇങ്ങനെയാണ് നമ്മൾ ഒരു A3 ഷീറ്റിൽ മീഡിയം സൈസ് വരുന്ന പോളറോയിഡ്സ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഒരു A3യിൽ നമുക്ക് 16 പിക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓൾറെഡി ഞാൻ ഇതേ സെയിം ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സംഭവം അത് ടാബിൽ ചെയ്യുന്നതാണ്, ടാബിലും ലാപ്പിലും ചെയ്യുന്നതാണ്. ഇത് നമ്മൾ മൊബൈൽ ഫോൺ യൂസ് ചെയ്ത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് ഞാൻ
ഈ വീഡിയോയിൽ പറഞ്ഞേക്കുന്നത്. ഇനി നമ്മൾ ക്രോഷറ്റ് വീഡിയോസൊക്കെ ഞാൻ അടുത്തടുത്ത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒട്ടും വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ എന്തായാലും റിപ്ലൈ തരുന്നതായിരിക്കും. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം.